പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ ഈ വചന ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്പുരാനെ ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ പുത്രനായ ക്രിസ്തു യേശുവിൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളായി തീരുവാൻ നിന്റെ കൃപ തമ്പുരാനെ ഞങ്ങളിൽ നിറയ്ക്കുമാറാകണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. അതിപ്രകാരമാണ്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്യത്തിൽ കാണുന്ന ഒരുത്തൻ ക്രിസ്തുവിലായാൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. ക്രിസ്തുവിലായാൽ എന്ന വാക്ക് ഒരു സാധാരണ വിശ്വാസ പ്രസ്താവനയല്ല. ഇതൊരു ആന്തരിക രൂപാന്തരത്തിൻ്റെ വിളിയാണ്. ക്രിസ്തുവിലായാൽ എന്നത്, ക്രിസ്തുവിലായാൽ എന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അറിയുക മാത്രമല്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെടുമ്പോൾ അതാണ് ക്രിസ്തുവിലായാൽ എന്നതിൻ്റെ അവസ്ഥ. ആമേൻ. രണ്ടാമതായി, പുതിയ സൃഷ്ടി എന്താണ് അതിൻ്റെ രഹസ്യം? പുതിയ സൃഷ്ടി എന്നത് പുറത്തു സംഭവിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത് ഹൃദയത്തിലെ മാറ്റമാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്. നമ്മൾ വിശുദ്ധ മാമോദിസ സ്വീകരിക്കുമ്പോൾ പഴയ മനുഷ്യൻ നമ്മിൽ നിന്ന് മരിച്ചു പോകുന്നു. പുതിയ മനുഷ്യരായിട്ട് നാം അപ്പോൾ രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിൽ നമ്മുടെ പഴയ ജീവിതത്തിൻ്റെ കഥ അവസാനിക്കുന്നു. ദൈവം പുതിയൊരു കഥ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും എഴുതുകയാണ്. മൂന്നാമതായി, പഴയത് കഴിഞ്ഞുപോയി. ദൈവവചനം പറയുന്നു പഴയത് കഴിഞ്ഞുപോയി എന്നാണ് ഈ തിരുവചനത്തിൽ കാണുന്നത്. എന്താണ് ആ പഴയത്? നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റബോധങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജീവിതം. ഇന്ന് ക്രിസ്തുവിൽ നമുക്ക് ക്ഷമ ലഭിക്കുന്നു, നമുക്ക് ശുദ്ധീകരണം ലഭിക്കുന്നു, നമുക്ക് പുതിയ ഒരു ജീവൻ ലഭിക്കുന്നു. ആമേൻ. ദൈവം നമ്മെ നോക്കുമ്പോൾ അവൻ പഴയതിനെ കാണുന്നില്ല. പുതിയ സൃഷ്ടിയായിട്ടാണ് ദൈവം നമ്മെ കാണുന്നത്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമുക്ക് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് ഒരു പുതിയ സൃഷ്ടിയായി നാം രൂപാന്തരപ്പെടണം. പ്രിയ ദൈവമക്കളെ, നാലാമതായി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. ഇത് ഒരു വാഗ്ദാനം മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിൽ പുതിയ ചിന്ത, പുതിയ ഹൃദയം, പുതിയ ദിശ. ദൈവം നമ്മെ മാറ്റുന്നത് പടിപടിയായിട്ടാണ്. ഓരോ ദിവസവും നാം വചനം കേൾക്കുമ്പോൾ, നാം വചനം പഠിക്കുമ്പോൾ, നാം തിരുവചനം ധ്യാനിക്കുമ്പോൾ, ആയതിൻ പ്രകാരം നാം ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനോട് ചേരുകയാണ്. ഈ ധ്യാന തിരുവചനത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയാകണമെന്നറിയാമോ? പശ്ചാത്താപം നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മുടെ പഴയ ജീവിതത്തെ നാം
വിട്ടകലുക. രണ്ടാമതായി വിശ്വാസം. ക്രിസ്തുവിൽ തന്നെ അടിയുറച്ച ഒരു വിശ്വാസം ഈ ധ്യാനവചനത്തിലൂടെ നമുക്കുണ്ടാകും. മൂന്നാമതായി ഒരു പരിവർത്തനം, പുതിയ ജീവിതം നമുക്ക് ഈ ധ്യാനത്തിലൂടെ നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കും. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, നമ്മോട് തന്നെ നാം ചോദിക്കണം, കർത്താവേ, ഞാൻ ഇപ്പോഴും ഒരു പഴയ മനുഷ്യനായി ജീവിക്കുകയാണ്, അതോ ക്രിസ്തുവിൽ പുതിയ ഒരു സൃഷ്ടിയായി ജീവിക്കുകയാണ്? പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിൽ തന്നെ നമ്മുടെ ജീവിതം പുതുതായി ആരംഭിക്കുക. നമ്മുടെ പരാജയങ്ങൾ അത് എന്തു തന്നെയായാലും, അത് എന്തുമായിക്കൊള്ളട്ടെ, അത് ഒരവസാന വാക്കല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ് അവസാന വാക്ക്. ഇന്നു മുതൽ നമുക്കൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ തീരുമാനമെടുക്കാം. കർത്താവേ, ഞങ്ങളെ ഒന്ന് പുതുക്കണമേ. തമ്പുരാനെ, ഞങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. പുതിയ സൃഷ്ടികളായി ഞങ്ങളെ തമ്പുരാനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ സ്നേഹത്തിൽ, നിന്റെ കരുണയിൽ, നിന്റെ കൃപാകടാക്ഷണങ്ങളാൽ തമ്പുരാനെ ഞങ്ങൾ സ്ഥിരമായി ജീവിക്കുവാൻ സംഗതിയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.